ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള വികാരിയച്ചന്മാരെ, പ്രിയമുള്ള ഹെഡ് മാസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, ആദരണീയരായ വിശ്വാസ പരിശീലകരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ഏറെ സ്നേഹപൂർവമായ ആശംസകൾ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. 2023-24 വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ഒന്നാം സെമസ്റ്റർ എക്സാം ഒക്ടോബർ 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെയാണെന്നുള്ള കാര്യം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ സമയത്ത് തന്നെ എല്ലാ യൂണിറ്റുകളിലും പരീക്ഷ നടത്തണമെന്ന് താല്പര്യപ്പെടുന്നു. അത് നിർബന്ധവുമാണ്. സ്നേഹമുള്ളവരെ, പരീക്ഷയുടെ ചോദ്യരീതി, മാർക്കിൻ്റെ വിഭജനം എന്നിവയെല്ലാം തന്നെ നമ്മുടെ വചനദീപത്തിൽ 30, 31, 32 പേജുകളിലായി നൽകിയിട്ടുണ്ട്. സർക്കിളിലൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള സത്യദീപത്തിലെ ചോദ്യങ്ങളും പൊതു ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ലഭ്യമാക്കുന്നു. പ്രത്യേകം ഓർക്കുക, പൊതു ചോദ്യങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടെ മനോഭാവങ്ങളും ചിന്തകളും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാവുന്നതാണ്. ഇംഗ്ലീഷും മലയാളവും കൂടിക്കലർത്തി എഴുതിയാലും കുഴപ്പമില്ല. സമയമെടുത്ത് ഒരു പേജിൽ കുറയാതെയെങ്കിലും പൊതുചോദ്യത്തിന് ഉത്തരം നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ല പരീക്ഷാ സമയവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വരുന്ന ഒക്ടോബർ 8-ാം തീയതിയിലെ വിശ്വാസ പരിശീലന വർഷത്തിലെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കൂട്ടുകാരെല്ലാവരും പഠിച്ചൊരുങ്ങിയോ? 4, 5, 6 ക്ലാസ്സുകളിലെ ചോദ്യപേപ്പറിലെ ഡി സെക്ഷനിലെ സത്യദീപം സാധ്യതാ പൊതുചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഒന്നാമത്തെ ചോദ്യം, വളർച്ചയുടെ കൂദാശ ഏത്? ഉത്തരം സ്ഥൈലലേപനം. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 പുറപ്പെടുവിച്ച ചാക്രിക ലേഖനം ഏത്? ഉത്തരം ലൗദാത്തോ സി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ അതിരൂപത ഏത്? ഉത്തരം എറണാകുളം അങ്കമാലി അതിരൂപത. അടുത്ത ചോദ്യം, ആധുനിക കാലത്ത് സ്പോർട്സിനെ ഏറ്റവും അധികം പിന്തുണച്ച മാർപ്പാപ്പ ആര്? ഉത്തരം വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ. അടുത്ത ചോദ്യം, ഓർമ്മ എന്ന് അർത്ഥം വരുന്ന സുറിയാനി പദം ഏത്? ഉത്തരം ദുക്രാന. ആറാമത്തെ ചോദ്യം, 2023-24 വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ആപ്തവാക്യം അഥവാ ആഹ്വാനം എന്ത്? ഉത്തരം നന്മയിൽ വളരാം. ഏഴാമത്തെ ചോദ്യം, സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളല്ലാത്ത 2 വിശുദ്ധരിൽ ഒരാളുടെ പേരെഴുതുക. ഉത്തരം വിശുദ്ധ ജസീന്ത അല്ലെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസ്കോ. എട്ടാമത്തെ ചോദ്യം, കൗദാശികം എന്നതിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം വിശുദ്ധീകരിക്കപ്പെട്ടത്. ഒൻപതാമത്തെ ചോദ്യം, ഭാരതത്തിൻ്റെ അപ്പസ്തോലനും പിതാവുമായ മാർ തോമസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 3. പത്താമത്തെ ചോദ്യം, വിശപ്പിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം ആഘോഷിക്കുന്നത് എന്ന്? ഉത്തരം മെയ് 28. ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.